ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി കടുത്ത അനിശ്ചിതത്വത്തിലാണ്. FSDLുമായുള്ള കരാർ പ്രശ്നങ്ങളും പകരം പുതിയ ടെൻഡർ എടുക്കാൻ ആരും മുന്നോട്ട് വരാത്തതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. എന്നാൽ ഈ ആശങ്കകൾക്കിടയിൽ ഇന്ത്യൻ ഫുട്ബോളിന്, പ്രത്യേകിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിന് ശുഭകരമായ ചില സൂചനകൾ ഉയർന്നുവരികയാണ്. ക്ലബ്ബ് ഫുട്ബോളിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചതോടെ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കായിക മന്ത്രാലയം ഡിസംബർ 3-ന് ഒരു സുപ്രധാന യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. കേന്ദ്ര കായിക മന്ത്രാലയം മുൻകൈയെടുത്ത് നടത്തുന്ന ഈ യോഗം ISL അടക്കമുള്ള ഇന്ത്യൻ ക്ലബ്ബ് ഫുട്ബോളിന്റെ ഭദ്രത ഉറപ്പാക്കുന്നതിൽ നിർണായകമാകും. ഈ യോഗത്തിൽ ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്നാണ് ഫുട്ബോൾ പ്രേമികളും ക്ലബ്ബുകളും പ്രതീക്ഷിക്കുന്നത്. അഥവാ അനുകൂല തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഇന്ത്യൻ ക്ലബ്ബ് ഫുട്ബോൾ ലീഗുകൾ ഈ സീസണിൽ ആരാധകർക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ISL അടക്കമുള്ള ഇന്ത്യൻ ക്ലബ്ബ് ഫുട്ബോളിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായതോടെ ക്ലബ്ബുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് കേന്ദ്ര കായിക മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ടത്. ക്ലബ്ബുകളുടെ സാമ്പത്തിക ഭദ്രതയും ലീഗിന്റെ നിലനിൽപ്പും ഉറപ്പാക്കുക എന്നതാണ് കായിക മന്ത്രാലയത്തിന്റെ പ്രധാന ലക്ഷ്യം. ഡിസംബർ 3-ന് നടക്കുന്ന ഈ ഉന്നതതല യോഗത്തിൽ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന കക്ഷികളും പങ്കെടുക്കുന്നുണ്ട്. ISL, ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ, I-ലീഗ് ഉൾപ്പെടെയുള്ള മറ്റ് ലീഗുകളിലെ ക്ലബ്ബുകൾ, നേരത്തെ ലീഗ് നടത്തിയിരുന്ന FSDL, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, അതുപോലെ തന്നെ AIFF ടെൻഡറിനായി താൽപ്പര്യം കാണിച്ചുവെങ്കിലും അവസാന നിമിഷം ഭീമമായ നഷ്ടം കാരണം പിന്മാറിയ മറ്റ് ബിഡർമാർ, മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റർമാരും OTT പ്ലാറ്റ്ഫോമുകളും ഇവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നവർ. കായിക മന്ത്രാലയം എല്ലാ കക്ഷികളുമായും പ്രത്യേകമായി യോഗം ചേർന്ന ശേഷം വൈകുന്നേരം 4:30-ന് എല്ലാ കക്ഷികളുമായും ഒന്നിച്ചൊരു സംയുക്ത യോഗവും നടത്തും. ഇതിന് ശേഷമായിരിക്കും ISL അടക്കമുള്ള എല്ലാ ലീഗുകളുടെയും ഭാവി AIFF കായിക മന്ത്രാലയവും സംയുക്തമായി തീരുമാനിക്കുക. FSDLുമായുള്ള കരാർ കാലാവധി അവസാനിച്ചതിന് ശേഷം ലീഗ് നടത്തിപ്പിനുള്ള ടെൻഡർ ഏറ്റെടുക്കാൻ ഒരു സ്ഥാപനവും മുന്നോട്ട് വരാതിരുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ലീഗ് നടത്തിപ്പിന് വേണ്ടി വരുന്ന ഭീമമായ സാമ്പത്തിക ബാധ്യതയും വരുമാനത്തിൽ പ്രതീക്ഷിച്ച വളർച്ച ഉണ്ടാകാത്തതുമാണ് ബിഡർമാരെ പിന്തിരിപ്പിച്ചത്. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും ക്ലബ്ബുകൾക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഉറപ്പാക്കാനും വേണ്ടിയുള്ള ചർച്ചകളാണ് ഡിസംബർ 3-ന് നടക്കുന്നത്. ISLന്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന ഈ നിർണായക യോഗത്തിനായി ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഡിസംബർ 3-ന് ശേഷം ഇന്ത്യൻ ഫുട്ബോളിന് ഒരു പുതിയ തുടക്കം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും.